വീടിനെ രണ്ടാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും. ആണുങ്ങൾ കറക്റ്റായിട്ട് പ്ലാൻസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് കളിക്കുന്നുണ്ട്, അടിപൊളി. പക്ഷെ പെണ്ണുങ്ങളുടെ ഇടയിൽ അവരുടെ ടീമിനകത്ത് തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. മെയിൻ ഇഷ്യൂ ജാക്വലിൻ ആണ്. ജാക്വലിൻ ഇന്നലെ മുഴുവൻ കാണിച്ചത് ഇവിടെ ഞാൻ വന്നതിൻ്റെതാണ്, അല്ലെങ്കിൽ എന്നോട് പറയാതെ നിങ്ങളുടെ ഡിസിഷൻ എടുത്തതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറ്റുന്നത്, അതുകൊണ്ട് ഞാൻ പുറത്ത് കിടന്നോളാം എന്നെല്ലാം ജാക്വലിൻ പറഞ്ഞെങ്കിലും ഇന്ന് വളരെ വ്യക്തമായി ഓപ്പൺ ആയിട്ട് അതെല്ലാം എൻ്റെ ഗെയിം പ്ലാൻ ആയിരുന്നു എന്നുള്ള ലെവലിലാണ് ജാക്വലിൻ സംസാരിക്കുന്നത്. അതാണ് ഈ ഗേൾസിന്റെ ടീമിനകത്തൊരു അടി നടക്കാൻ ചാൻസ്. ഒരു അടി നടക്കാൻ കാരണം അതാണ്. പിന്നെ റൂൾസും റെഗുലേഷൻസും ഉള്ള അവരുടെ ബുക്ക് വന്നു. അതിനകത്ത് ഓരോ അതിര് ഭേദിച്ച് അപ്പുറത്ത് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ആരുടെ ഒക്കെ അനുവാദം ചോദിക്കണം, എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അടുത്തത് ഷോപ്പിങ്ങിന്റെ ലിസ്റ്റ് വന്നു. സെപ്പറേറ്റ് ആണ് ഷോപ്പിംഗ്. അതെ, നമ്മുടെ ഹിന്ദി ബിഗ് ബോസിലൊക്കെ കാണുമല്ലോ, ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു തമിഴിൽ എങ്ങനെ വരുന്നതെന്ന്. മലയാളത്തിലും അങ്ങനെ വന്നിട്ടില്ല. അവരവര് പർച്ചേസ് ചെയ്യുന്നത് അവരവർക്ക്. കഴിഞ്ഞ വർഷം പോലും അങ്ങനെ വന്നില്ലായിരുന്നു, ഒരുമിച്ചായിരുന്നു പാചകം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്തവണയാണ് ഷോപ്പിങ്ങിന് പോയിട്ട് അത് പർച്ചേസ് ചെയ്യുമ്പോൾ വുമൻസിന് സെപ്പറേറ്റ്, ജെൻസിന് സെപ്പറേറ്റ്. അതുപോലെ തന്നെ പാചകവും സെപ്പറേറ്റ് ആണ്. റേഷൻ മാത്രമല്ല, പാചകവും സെപ്പറേറ്റ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ഗേൾസിന്റെ ടീമിൽ നിന്നും ഒരാൾ ബോയ്സിനകത്തേക്കും, ബോയ്സിന്റെ ടീമിൽ നിന്നും ഒരാൾ ഗേൾസിന്റെ ടീമിനകത്തേക്കും വരണമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുത്തുക്കൊമരൻ ഗേൾസിന്റെ ടീമിലോട്ടും പവിത്ര ബോയ്സിന്റെ ടീമിലോട്ടും വന്നു. ഇനി അതിനകത്ത് തന്നെ ഒരു സ്പ്ലിറ്റിംഗ് നടക്കും, അടി നടക്കും. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു സംഭവം. നല്ല അടിപൊളിയായിട്ട് 2 ദിവസമാണെങ്കിലും അടിപൊളിയായിട്ട് ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി കണ്ടസ്റ്റൻസ് എങ്ങനെ കളിക്കും എന്നുള്ളതിനെ അപേക്ഷിച്ചിരിക്കും ബാക്കി മുന്നോട്ട് പോകുന്നത്. പിന്നെ അവരവർക്ക് തന്നെ റൂളുകൾ ഉണ്ടാക്കാം. ഇപ്പൊ ജെൻസിന്റെ ടീമിനാണെങ്കിലും ലേഡീസിന്റെ ടീമിനാണെങ്കിലും അവർക്ക് തന്നെ ഇത് കംഫർട്ട് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ റൂളുകൾ ഉണ്ടാക്കി ഇംപ്ലിമെന്റ് ചെയ്യാം. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. വീക്കിലി ടാസ്ക് ഇല്ല. അതെ, കഴിഞ്ഞ സീസണും വീക്കിലി ടാസ്ക് ഇല്ലായിരുന്നു, 2 വീടായിരുന്നു. ഇത്തവണയും വീടിനെ 2 ആക്കിയതുകൊണ്ട് വീക്കിലി ടാസ്ക് ഇല്ല. സീസൺ 6 വരെ നമ്മൾ വീക്കിലി ടാസ്ക് കണ്ടുകൊണ്ടാണ് ഇരുന്നത്. ഇപ്പൊ ഹിന്ദി ബിഗ് ബോസ് പോലെ വീക്കിലി ഇല്ല, ഡെയിലി ഇല്ല, ഒരു പുല്ലും ഇല്ലാത്ത ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8 തമിഴിന്റെ ഡേ 2 ഒക്ടോബർ 8-ാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ ജെനുവിൻ ഫാസ്റ്റ് അപ്ഡേറ്റ്സിന് അടുപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ആദ്യം രാവിലെയാണ് കാണിക്കുന്നത്. രാവിലെ ഒരു 4, 4:30, 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തർഷികയും ദർശ ഗുപ്തയും കൂടി ഇരിക്കണം. അപ്പോൾ തർഷിക പറയാണ് ഫാറ്റ്മാന് ഒട്ടും വയ്യ, രവീന്ദ്രൻ സാറിന് ഒട്ടും വയ്യ. കാരണം ഇന്നലെ രാത്രിയിലത്തെ ആ ടാസ്ക് ഉണ്ടല്ലോ, ഫസ്റ്റ് ക്യാപ്റ്റൻസി ടാസ്ക് കളിച്ച് അങ്ങോട്ട് കസേര കറക്കത്തിന് ഓടി പുള്ളിക്കാരൻ വയ്യാതെയായി കൺഫഷൻ റൂമിലൊക്കെ പോയിട്ടാണ് ഇരിക്കുന്നത്. എന്താണ് അവസ്ഥയെന്ന് അറിഞ്ഞുകൂടാ. കുറച്ച് കഴിഞ്ഞ് ആനന്ദിയും കൂടെ അങ്ങോട്ട് വരുന്നു. ഈ ജാക്കലിൻ എന്താണ് ഇന്നും പുറത്ത് കിടക്കുന്നത്, എന്തുകൊണ്ട് അകത്ത് കിടക്കുന്നില്ല? അപ്പം തർഷിക പറയണം അതിന് 2 കാരണം കാണും. ഒന്നുകിൽ അവൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ഗെയിം കളിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവളുടെ ഡിസിഷൻ ആയിരിക്കും. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അല്ല എന്നുണ്ടെങ്കിൽ അത് അവളുടെ കംഫർട്ട് ആയിരിക്കും. അകത്തെ ബെഡിൽ കിടക്കണ്ട, പുറത്തെ സോഫയിൽ കിടന്നോളാന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഗെയിം ഓർ ഡിസിഷൻ, ഇല്ലെങ്കിൽ കംഫർട്ട് ആയിരിക്കും എന്ന് പറയുന്നു. പിന്നീട് തർഷിക ക്യാപ്റ്റൻ ആണല്ലോ, നേരെ പോയി തുടക്കത്തിലെ ക്യാപ്റ്റൻസിനൊക്കെ ഭയങ്കര ആവേശമാണ്. നേരെ പോയി ഫാറ്റ്മാൻ കട്ടിലിരിക്കുകയാണ്. രാവിലെ ഒരു 5-6 മണിയാവുന്നു. അപ്പം ഓക്കെ ആണോ ചേട്ടാ, കുഴപ്പമുണ്ടോ എന്തെങ്കിലും? അയ്യോ എനിക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, പക്ഷേ അതൊന്നും കുഴപ്പമില്ല ചേട്ടാ, നിങ്ങൾ റെസ്റ്റ് എടുക്കുക കേട്ടോ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയാന്നൊക്കെ പറഞ്ഞൊന്ന് തർഷിക പറഞ്ഞിട്ട് പോകണം. ഇതൊക്കെ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ കൊള്ളാം. രാവിലത്തെ മോർണിംഗ് സോങ് കറ് കറ് കറുപ്പായി വെളുത്തതെല്ലാം കറുപ്പായി, ആ പാട്ടാണ്. പിന്നീടാണ് റൂൾസിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. വുമൺ വേഴ്സസ് മെൻ. ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തി ബിഗ് ബോസിന്റെ ടാസ്ക് ലെറ്റർ വായിക്കുകയാണ്. ടാസ്ക് ലെറ്റർ അല്ല, കാര്യങ്ങൾ വായിക്കുകയാണ്. അതായത് വുമൻസിന്റെ വീടും മെൻസിന്റെ വീടും വീടിനെ ഇപ്പൊ 2ആയിട്ട് പുളന്നു വെച്ചിരിക്കുകയാണല്ലോ. അപ്പം വുമൻസിന്റെ ടീമിൽ നിന്നും ഒരാള് മെൻസിന്റെ വീട്ടിലേക്കും, മെൻസിന്റെ ടീമിൽ നിന്നും ഒരാള് വുമൻസിന്റെ വീട്ടിലേക്കും പോകണം. അങ്ങനെ പോയി കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മെന്നിന്റെ ടീമിൽ നിന്നും ആരാണോ വുമന്റെ ടീമിലോട്ട് പോകുന്നത് അവരും ആരുടെ കൂടെ ചേരണം? വുമന്റെ കൂടെ ചേരണം. വുമന്റെ ടീമിൽ നിന്നും ആരാണോ മെന്നിന്റെ ടീമിലേക്ക് വരുന്നത് അവരാരുടെ കൂടെ ചേരണം? മെന്നിന്റെ കൂടെ ചേരണം. അങ്ങനെ ചേർന്നാല് അവർ ടാസ്കുകളൊക്കെ ഒരുമിച്ചാണ് കളിക്കേണ്ടത്. അവർക്ക് വേണമെങ്കിൽ ഇപ്പം ഞാനൊരു ബോയ് ആണ്, ഞാനൊരു ഗേളിന്റെ ടീമിലോട്ട് പോവുകയാണ്, എനിക്ക് വേണമെങ്കിൽ ബോയ്സിനെ ജയിപ്പിക്കാൻ വേണ്ടി കളിക്കാം, അതേസമയം ഗേൾസിനെ ജയിപ്പിക്കാൻ വേണ്ടി കളിക്കാം. അത് അവരുടെ ഇൻഡിവിജ്വൽ തീരുമാനമാണ്, മനസ്സിലായോ? അതായത് ഞാനിപ്പോൾ ഓപ്പോസിറ്റ് ടീമിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ലേഡീസിന്റെ ടീമിലേക്ക് പോകണമെങ്കിൽ വേണമെങ്കിൽ അവന്മാരോടെ കിടന്ന് പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ടീമിനെ തന്നെ ചവിട്ടി താഴ്ത്തുക, സ്വന്തം ടീമിന്റെ പ്രതിനിധീകരിച്ച്
സ്വന്തം ടീമിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചാരൻ, സംഭവം പറഞ്ഞ ഒരു ചാരന് അപ്പുറത്തും ഗേൾസിന്റെ ടീമിൽ നിന്ന് ഒരു ചാരത്തി ഇപ്പുറത്തും ഇവിടെ നിന്ന് ഒരു ചാരനെ അപ്പുറത്തോട്ടും ഷിഫ്റ്റ് ചെയ്തു. വേണമെങ്കിൽ അവർക്ക് ചാരപ്പണി എടുത്ത് സപ്പോർട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് ടീമിനെ സപ്പോർട്ട് ചെയ്യാം, ഏത് വേണോ ചെയ്യാം. പക്ഷെ നടുക്കെന്ന് ആരെങ്കിലും കാല് ചവിട്ടോ നോക്കാം. അപ്പൊ അത് നിങ്ങൾ തീരുമാനിച്ച് കളിക്കണം. മാത്രമല്ല ഈ ഓരോ ടീമിൽ നിന്നും അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന രണ്ട് വ്യക്തികൾ കാണുമല്ലോ, അപ്പുറത്ത് പോകുന്ന ഒരാൾ ഇപ്പുറത്ത് വരുന്ന ഒരാൾ, അങ്ങനെ ഈ രണ്ട് പേർക്കും ഓരോ ആൾക്കാരെ വീതം ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യാം എന്ന് പറയാണ്. അത് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അതിന്റെ റൂളൊക്കെ മാറും, നമുക്ക് കണ്ടു തന്നെ അറിയാം. പിന്നീട് വീട് മാറണം. ബോയ്സിന്റെ ടീമിൽ നിന്നും ഇപ്പൊ സെലക്ട് ആവുന്ന ആൾ ഗേൾസിന്റെ വീട്ടിലോട്ട് തിരിച്ചും പോകണം എന്ന് പറയുന്നത് ഡിസ്കഷൻ നടക്കുവാണ്. പെണ്ണുങ്ങളുടെ ടീമിലാണ് ഡിസ്കഷൻ, അതിൻ്റെ ഇടയിലാണ് വണ്ണടിയാവുന്നത്. ജാക്കലിൻ പറയാണ്, ഇപ്പോഴാണ് ജാക്കലിന്റെ ഗെയിം പ്ലാൻ പുറത്തു വരുന്നത്. ജാക്കലിൻ പറയുന്നു, ഞാൻ പുറത്ത് കിടന്നതാണ് ഇപ്പൊ ഇന്നലെ മെനിങ്ങാൻ നോക്കുക, അപ്പൊ അതുകൊണ്ട് തന്നെ ബോയ്സിന് അറിയാം ഞാൻ ഗേൾസുമായിട്ട് സിങ്ക് അല്ല, ഞാൻ നിങ്ങളോട്ട് ഓക്കെ അല്ല എന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് ഞാൻ ചാരപ്പണി ചെയ്യാനായിട്ട് അപ്പുറത്ത് പോവാം. കാരണം ഞാൻ അവരുമായിട്ട് സിങ്ക് ആവുന്ന അവർക്ക് നല്ലതുപോലെ അവർ തെറ്റിദ്ധരിച്ച് വെച്ചേക്കും. പക്ഷെ ഞാൻ എൻ്റെ കംഫർട്ട് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പുറത്ത് പോയി കിടന്നത്. ഞാൻ ഇവിടെ നിങ്ങളെ കൂടെ സെറ്റ് ആവില്ല എന്ന് അവർ കരുതി വെച്ചിരിക്കും. അതുകൊണ്ട് അവർ എന്നെ വിശ്വസിക്കും. ഗേൾസ് ടീമിന്റെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ പോവാം. ഞാൻ ഇന്നലെയൊക്കെ പുറത്ത് കിടന്നത് കണ്ടില്ലേ, അതൊക്കെ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആക്കിയില്ലേ എന്ന് ചോദിക്കണം. അപ്പോഴാണ് അത് ഗെയിമാണ്, മനസ്സിലായില്ലേ? ജാക്വലിൻ തോന്നിപ്പോയി കിടന്നതല്ല, അല്ലെങ്കിൽ ജാക്വലിന് ഹേർട്ടായി കിടന്നതല്ല, ഞാൻ പുറത്ത് കിടന്നതല്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ലേ, അതെന്റെ ഗെയിമാണ് എന്നുള്ള ലെവലിൽ സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്കും സുനിത പറയാണ്, ഇത് ഗെയിം അല്ല, നീ കാണിച്ച ഇൻട്രസ്റ്റിംഗ് അല്ല, ഇറിറ്റേറ്റിംഗ് ആണ്, ഡിസ്റ്റർബിംഗ് ആണ് നീ അവിടെ ഇന്നലെ കാണിച്ചത് വെളിയിൽ പോയി കിടന്നുകൊണ്ട്. ഇതേ സമയം ജെൻസിന്റെ ടീമിൽ ഇവർ ഗേൾസ് ഭയങ്കര പ്ലാനിങ് ആണ്. ജെൻസ് സിമ്പിൾ ആയിട്ട് പറയുന്നു, അരുൺ പറയുന്നു ഇവിടെ നിന്ന് പോണത് മുത്തു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ വിശാൽ പറയാണ്, അവിടെ നിന്ന് ആരിങ്ങോട്ട് വരുന്നു എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കാറില്ല. ഇവിടെ നിന്ന് പോകുന്ന കാര്യം രണ്ടാമത്തെ കാര്യം, അവിടെ നിന്ന് ആരിങ്ങോട്ടൊന്ന് പണി തരാൻ വരുന്നു. എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ജാക്വലിൻ വരും എന്നാണ് തോന്നുന്നത്. അവരെ പ്ലാനിങ് എങ്ങനെയാണ്. ഇതേ സമയം അപ്പുറത്തെ ഗേൾസിന്റെ ടീമിൽ വീണ്ടും സുനിത പറയാണ്, എടി നീ അവിടെ പോയിട്ട് മാറിയാലോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ജാക്വലിന്റെ അടുത്ത്. അപ്പൊ ദർശ പറയുന്നു, ഞാൻ ജാക്വലിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് ജാക്വലിൻ കൺവിൻസ് ആകാതിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ പവിത്ര, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോവാം, ഞാനൊരു ടീം ഞാൻ ആ ടീമിലോട്ട് പോയിട്ട് ഒരു സ്ലീപ്പർ സെല്ലായിട്ട് വർക്ക് ചെയ്യാം, ഉറങ്ങി കിടന്നിട്ട് ഒരു സെല്ല് മാതിരി വർക്ക് ചെയ്യുക. അത് പറയണ ഇപ്പൊ ആരൊക്കെ പോകണം, നമുക്ക് ഇവിടെ വോട്ട് ചെയ്യാം. അപ്പുറത്ത് തീരുമാനിച്ചു മുത്തു തന്നെ പോയാൽ മതി എന്നുള്ള ഒരു തീരുമാനമാണ്. ഇപ്പുറത്ത് പറ ആരൊക്കെ പോകണം, നമുക്ക് ഇപ്പൊ വോട്ട് ചെയ്ത് തന്നെ തീരുമാനിക്കാം, അതിന്റെ പേരിൽ ഒരു അടി വേണ്ട എന്ന് പറയുന്നു. അപ്പൊ ദർശയ്ക്കും പവിത്രയ്ക്കും മൂന്ന് വോട്ട് വീതം കിട്ടുന്നു. നമ്മുടെ ജാക്വലിന് 1-2 വോട്ടുകളെ കിട്ടുന്നുള്ളൂ. അപ്പൊ ദർശിക പറയുന്നു, ഞാൻ പവിത്രയെ പറയുന്നു. ദർശ പവിത്ര വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പവിത്ര. അപ്പൊ ദർശ എന്ത് നിന്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് നീ പറഞ്ഞത്, ഓ ഇതാണ് ഞാൻ ഒന്നും മിണ്ടാത്തത്, ഞാൻ വല്ലോ മിണ്ടിക്കഴിഞ്ഞാൽ ഫ്രണ്ടാണ് അതാണ് ഇതാണെന്ന് പറയും. അങ്ങനെ വോട്ടിങ്ങിന് പറ്റില്ല, അവർക്ക് എത്ര വോട്ട് ഇവർക്ക് എത്ര വോട്ട്, എനിക്ക് എന്തുകൊണ്ട് വോട്ട് ചെയ്താലും ഞാൻ പോയാൽ കുഴപ്പമാവെന്ന് വെച്ചാൽ പൂര വഴക്ക്. ഇതിനിടയ്ക്ക് അപ്പുറത്തെ ടീം അവർ ഫിക്സ് ചെയ്തു, ആരൊക്കെ പോകണോടെ മുത്തു പോയാൽ മതിയാ, മുത്തു പോകണമെന്നുള്ളൊരു കൈ വെക്കും, എല്ലാവരും പൊക്കുന്നു, മുത്തു സെലക്റ്റഡ്. ഇവിടെ അടി നടക്കുകയാണ് അതിന്റെ പേരിൽ പെണ്ണുങ്ങളുടെ ടീമിൽ. ജാക്വലിൻ പറയുന്നു, എന്നെ നിങ്ങൾ അപ്പുറത്തെ വീട്ടിൽ അയക്കൂല എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം ഞാൻ എന്ത് ചെയ്തില്ല, നിങ്ങളുടെ കൂടെ ബെഡിൽ കിടന്നില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ അപ്പുറത്ത് അയക്കേയില്ല. അപ്പൊ സുനിത, എടേ നീ ബെഡിൽ കിടക്കുന്നതും ബെഡിൽ കിടക്കാത്തതും വെളിയിൽ കിടക്കുന്നതും പറമ്പിൽ കിടക്കുന്നതൊക്കെ നിന്റെ ഇഷ്ടം. നീ പോയി കഴിഞ്ഞാൽ ടീമിന് നല്ലതല്ല, അതെനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ജാക്വലിൻ, ഞാൻ പിന്നെ ഇവിടെ നീ പറഞ്ഞ പവിത്ര പോയി കഴിഞ്ഞാൽ അവൾ പാവമൊന്നും ആരും കരുതൂല, അവൾ പാവം പോലെ ഇരിക്കുമെങ്കിൽ അവൾ പാവമൊന്നും ആരും കരുതൂല. അപ്പൊ പവിത്ര, ഞാൻ പാവം പോലെ ഇരിക്കണം, എന്നെ പാവം പോലെ കരുതണം എന്ന് ഞാൻ നിന്റെ പറഞ്ഞ, നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത്? അല്ല വീണ്ടും ഇവിടെ എന്തിനാണ് ഇപ്പോൾ അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ വീണ്ടും വോട്ടിങ് തുടങ്ങുന്നത്. എന്തിന് വീണ്ടും വോട്ടിങ്? ഇപ്പൊ തീരുമാനിച്ചല്ലേ ഞാൻ പോകണം, ദർശ പോകണത്, വീണ്ടും വോട്ടിങ് എന്താ, ഞാൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ജാക്വലിൻ, கத்தாதடி உனக்கு மட்டும் தானே கத்த தெரியும், எனக்கு வந்து கத்த தெரியும், നീ வந்து சும்மா இருடி, നീ வந்து കത്താതിരടി. ജാക്വലിനും പവിത്രനും കൂടെ ചെറിയൊരു വഴക്ക്. അപ്പൊ പവിത്ര പറയാണ്, ഞാൻ കളിക്കുമെന്ന് കരുതിക്കൊണ്ട് എന്നെ അയക്കാം, അല്ലാതെ എന്നെ പാവം പോലെ കരുതും, ഞാൻ അവിടെ പോയ പാവം ഇരിക്കും, അങ്ങനെ കരുതി എന്നെ അയക്കണ്ട. എന്നെ അയക്കുന്നുണ്ടെങ്കിൽ ഞാൻ കളിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി എന്നെ അയച്ചാൽ മതി, അല്ലാതെ നോട്ട് പാവം. ഓക്കെ. അടുത്ത് പവിത്രയ്ക്ക് 3 വോട്ട്, ദർശയ്ക്ക് 3 വോട്ട്. അപ്പൊ നമ്മൾ തമ്മിൽ സംസാരിച്ച് കൺവേ ആക്കാന്ന് പറഞ്ഞുകൊണ്ട് ദർശ വിട്ടു കൊടുക്കുന്നു കേട്ടാ. ദർശ വിട്ടുകൊടുത്ത് പവിത്ര നീ പോ എന്ന് പറയുന്നു. അങ്ങനെ പവിത്ര പോകുന്നു. അങ്ങനെ ബോയ്സിന്റെ ടീമിലേക്ക് പവിത്രയും വരുന്നു, ഗേൾസിന്റെ ടീമിലേക്ക് മുത്തു വരുന്നു. ബിഗ് ബോസ് പറയുന്നു, ഞാൻ അനൗൺസ് ചെയ്യും, അപ്പം മാത്രം പോയാൽ മതി, പെട്ടിയൊക്കെ എടുത്ത് റെഡിയായിരിക്കാൻ പറയുന്നു. പിന്നീട് ജാക്വലിൻ തർഷികയുടെ അടുത്തും സൗന്ദര്യ അടുത്തും പറയുകയാണ്, സുനിത, ദർശിക, പിന്നെ സുനിത, ദർശ, അൻഷിത ഇവരെ കൊണ്ടൊക്കെ പറ്റും എനിക്ക് പറയാൻ പറ്റും, പക്ഷെ പവിത്ര എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. അപ്പൊ തർഷിക, എടി എൻ്റെ ഫ്രണ്ടാണ് ഈ പറഞ്ഞ പവിത്ര, അപ്പൊ എനിക്കൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ അവർക്ക് ഇപ്പം പവിത്ര പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അപ്പൊ എനിക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല. അപ്പൊ സൗന്ദര്യ പറയാണ്, നീ ഫസ്റ്റ് ഡേ ബെഡിൽ വരാതിരുന്നതാണ് ഇപ്പൊ ഇത്രയും കാരണം, ഇതില്ലെങ്കിൽ നിനക്ക് ഇത്ര നെഗറ്റിവിറ്റി വാരി കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ അടുത്ത് നമ്മുടെ എന്താണ്
അപ്പം അവിടെ നിന്ന് വീണ്ടും നമ്മൾ ആർക്ക് ഹേർട്ടാവും, നമ്മുടെ ജാക്കലിന് ഹേർട്ടാവുന്നു. അപ്പോൾ ജാക്കലിന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ജാക്കലിന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴത്തേക്കും ജെഫ്രി വന്ന് വന്ന് കരയാമേരി ആശ്വസിപ്പിക്കുന്നു. പിന്നീട് ജാക്കൽ എന്നെ എല്ലാവരും കൂടെ തുടക്കം തന്നെ നെഗറ്റീവ് ആക്കി വെച്ച് എന്നെ നെഗറ്റീവ് ആക്കി എന്ന് പറഞ്ഞിട്ട് കരച്ചിലാണ്. സൗന്ദര്യം തർഷിക വരുന്നു, എന്നെ എല്ലാവരും കൂടെ നെഗറ്റീവ് ആക്കി പൂട്ടി വാരിയതാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വീണ്ടും അവിടെ ജാക്കലിന്റെ നാടകമാണ്. പിന്നെ റൂൾസ്, അടുത്ത റൂൾ ബുക്ക് വരുന്നു. അതിനകത്താണ് ആദ്യം റൂൾസ് വരുന്നത്. മെയിൻ റൂൾസ് ആണ്, അതായത് കിച്ചൺ കുക്കിംഗ് 2 വീട്ടുകാരും ചെയ്യണം. അവരവർക്കുള്ളത് അവരവർ തന്നെ കുക്കിംഗ് ചെയ്യണം. മനസ്സിലായില്ലേ? പിന്നെ അടുത്ത ഷെൽഫ് ഉണ്ട്. അവിടെ പകുതി ഷെൽഫ് ഡിസൈൻ ഉള്ള ഷെൽഫും പകുതി ഡിസൈൻ ഇല്ലാത്ത ഷെൽഫുകളും ഉണ്ട്. അപ്പോൾ അത് ബോയ്സിന്റെ ഭാഗത്താണ് ഇപ്പൊ കിച്ചൺ ഉള്ളത്. അപ്പൊ അവർക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് അവരെടുത്തോട്ടെ, ബാക്കിയുള്ളത് ലേഡീസിന് അവർ കൊടുത്തോട്ടെ, പകുതി പെണ്ണുങ്ങൾക്ക്. പിന്നെ ഷോപ്പിംഗ് നടക്കാൻ പോവാണ്. മൊത്തം 13,500 700 പറയുന്നു. 13,500 രൂപ നിങ്ങളിൽ ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. അപ്പം നിങ്ങൾ 2 കൂട്ടരും കൂടി എന്ത് ചെയ്യണം? ഷോപ്പിംഗ് ചെയ്യണം. ഒരാഴ്ചത്തെ സാധനങ്ങളാണ് വാങ്ങിക്കേണ്ടത്. 3 പേര് വെച്ച് പോകണം. പെണ്ണുങ്ങളിൽ നിന്ന് 3 പേർക്ക് പോവാം, ആണുങ്ങളിൽ നിന്ന് 3 പേർക്ക് പോവാം. അവിടെ ഒരു ബോർഡ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് സാധനങ്ങളെ ലിസ്റ്റ് എഴുതാം. കാൽക്കുലേറ്റർ ഉണ്ട്. അതെ, ബിഗ് ബോസിൽ നിന്ന് സാധാരണ കാൽക്കുലേറ്റർ കൊടുക്കാറില്ല, എല്ലാവരും കണക്ക് കൂട്ടി എഴുതാം. കാൽക്കുലേറ്റർ ഉണ്ട്, അത് ഒരാൾക്ക് കൂട്ടാം. പിന്നെ ഈ 13,500 രൂപയിൽ കൂടുതൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, 250 രൂപ കൂടുതൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 25% സാധനങ്ങൾ കട്ട് ചെയ്യും. പിന്നെ 500 രൂപ കൂടുതൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ 50% സാധനങ്ങൾ കട്ട് ചെയ്യും. ഇനി 1000 രൂപയെ കൂടുതൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തരും, നിങ്ങൾ ഉണ്ടാക്കും സാധനങ്ങൾ. അങ്ങനെ ദീപക്, അർണവ്, വിശാല് ആണുങ്ങളുടെ ഭാഗത്തു നിന്നും, ജാക്ലിൻ, ദർശ, ആനന്ദി പെണ്ണുങ്ങളുടെ ഭാഗത്തു നിന്നും ഒരുമിച്ചാണ് ഷോപ്പിംഗ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ സെപ്പറേറ്റ് ഷോപ്പ് ചെയ്യണം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആണുങ്ങളുടെ ടീം എന്ത് ചെയ്യുന്നില്ല, ഉപ്പെടുക്കുന്നില്ല. പെണ്ണുങ്ങളുടെ ടീം ഉപ്പെടുക്കുന്നുണ്ട്. ഇത് പിന്നീട് വിഷയമാവുന്നുണ്ട്. അടുത്ത ഗേൾസിന്റെ റൂൾസ് ആണ്. റൂൾസിന്റെ സമയത്ത് പറയുന്നു, അനുവാദമില്ലാതെ അതിര് കടന്ന് ഇപ്പുറത്ത് വരാൻ പാടില്ല. അഥവാ അനുവാദമില്ലാതെ അതിര് കടന്ന് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ വീട്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അടുത്ത 3ാമത്തെ റൂള്, കൺഫഷൻ റൂമിൽ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ആരാണോ ആദ്യം വരുന്നത് ആ നിമിഷം നിങ്ങളുടെ നോമിനേഷൻ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന സാധനം നമ്മൾ ക്യാൻസൽ ചെയ്യും. ഓരോ തവണ നിങ്ങളുടെ സ്വയം ഇഷ്ടപ്രകാരം നിങ്ങൾ കൺഫഷൻ റൂമിലേക്ക് പോകാൻ നേരത്ത് നമ്മൾ ഓരോ ടാസ്ക് പറയും, നിങ്ങൾ അത് ചെയ്യണം. അഥവാ അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ അതിനുള്ള ശിക്ഷ തരണം, നിങ്ങൾ അത് കേൾക്കണം. ഇത്രയാണ് നമ്മുടെ റൂൾസ്. അടുത്ത ബോയ്സിന്റെ റൂൾസ്. ഓരോ തവണയും നിങ്ങൾ ജോലി ചെയ്യാനായിട്ട് വരുമ്പോഴും, ജോലി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെങ്കിലും അതിര് കടന്ന് വരുമ്പോഴത്തേക്കും ഇവിടെ പെർമിഷൻ ചോദിച്ചിരിക്കണം. സ്റ്റോർ റൂമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് വരാൻ വേണ്ടി ഇവിടെ ഇൻചാർജ് ആയിട്ട് ആരാണോ ഉള്ളത്, നമ്മൾ ഓരോരുത്തരും ഓരോ ആൾക്കാരെ ഇൻചാർജ് ചെയ്ത് വെക്കും. ആ ഇൻചാർജ് നിങ്ങളടുത്ത് പറയുന്ന ടാസ്ക് നിങ്ങൾ ചെയ്യണം. ആ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റോർ റൂമിലേക്ക് വരാൻ പെർമിഷൻ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് കുടിവെള്ളം എടുക്കണമെങ്കിൽ നിങ്ങൾ കുടിവെള്ളത്തിന്റെ ഇൻചാർജ് രവീന്ദ്രൻ സാറാണ്, ഫാറ്റ്മാൻ രവീന്ദ്രനാണ്. ഫാറ്റ്മാൻ അടുത്ത് ചോദിച്ച് അനുവാദം വാങ്ങിക്കണം. നിങ്ങൾ കുടിവെള്ളം കുടിക്കുന്നത് കൊണ്ട് ഫാറ്റ്മാന് പെണ്ണുങ്ങളുടെ വീട്ടിൽ എവിടെ വേണമെങ്കിലും ഇരിക്കാനുള്ള ഒരു പെർമിഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത്. എങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. വെള്ളം നിങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ട് ഫാറ്റ്മാന് എവിടെ വേണമെങ്കിലും ഇരിക്കാനുള്ള ഒരു ഇത് കൊടുക്കണം. അടുത്ത് കിച്ചണിൽ വരാനും ജോലി ചെയ്യാനും എല്ലാത്തിനും അനുമതി നിങ്ങൾ ചോദിച്ച് മേടിച്ചിരിക്കണം. നമ്മൾ പറയുന്ന ആൾക്കാരായിരിക്കണം കിച്ചണിൽ വരേണ്ടത്, നമ്മൾ പറയുന്ന രീതിയിലായിരിക്കണം ഫുഡ് ഉണ്ടാക്കേണ്ടത് എന്ന് പറയുന്നു. അടുത്ത് അപ്പൊ തർഷിക, ഞാൻ ക്യാപ്റ്റൻ അല്ലേ, എനിക്ക് സ്റ്റോർ റൂമിൽ പോവാമല്ലോ. അപ്പൊ ഫാറ്റ്മാൻ, അപ്പൊ പിന്നെ നമുക്ക് പിന്നെ കൺഫഷൻ റൂമിൽ വരാൻ പറ്റില്ല എന്നെങ്കിൽ പിന്നെ നിങ്ങളും പറയരുത്, നമ്മളെന്നുള്ള തോന്നിയ പോലെ ചെയ്യും. അപ്പൊ ജാക്കലിൻ, അപ്പൊ പിന്നെ ക്യാപ്റ്റൻ என்ன பவர் இருக்கு, இந்த மாதிரி எல்லாம் செய்யும் போது கேப்டனுக்கு என்ன பவர், கேப்டனுக்கு வந்து ஸ்பெஷல் அதிகமா பவர் இல்லையா, கேப்டனுக்கு என்ன பவர் இருக்கு. அப்போ ஃபேட்மேன், கேப்டனுக்கா நாமினேஷன் பவர் இருக்கு, நாமினேஷன் கேப்டனை யாராலுமே நாமினேட் பண்ண முடியாது. அப்ப அந்த ஒரு சின்ன விஷயம் கூட எனக்கு தெரியாதடி നിനക്ക് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അടുത്ത് പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് തർഷിക, ബിഗ് ബോസ് ഞാൻ എന്തോന്ന് ചെയ്യണം, ഞാൻ ക്യാപ്റ്റനാണ്. അപ്പൊ ബിഗ് ബോസ്, നിങ്ങൾ 2 വീടിന്റെയും ക്യാപ്റ്റനാണ്, നിങ്ങളൊരു നടുവിലെ മതിലാണ്, പെണ്ണുങ്ങളുടെ വീടുകളുടെയും ആൺകളുടെ വീടിന്റെയും ഒരു മതിലാണ് നിങ്ങൾ. ക്യാപ്റ്റൻ എവിടെ വേണോ പോവാൻ വരാം, എന്ത് സാധനം വേണോ എടുക്കാം, റൂൾസ് ഒന്നും ബാധകമൊന്നും അല്ല വലിയ രീതിക്ക്. പക്ഷേ നിങ്ങൾ ഇപ്പം വെള്ളം വേണമെങ്കിൽ, ഇപ്പം നിങ്ങൾ പോയി ഇപ്പം അൻഷിതയ്ക്ക് വെള്ളം വേണമെങ്കിൽ നിങ്ങൾ പോയി വെള്ളം, നിങ്ങൾക്ക് പെർമിഷൻ ഉണ്ട്, നിങ്ങൾ പോയി വെള്ളം എടുത്തോണമെന്ന് അൻഷിതയ്ക്ക് കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ക്യാപ്റ്റനാണ്, അപ്പം നിങ്ങൾക്ക് ആ പവർ യൂസ് ചെയ്യാം. ബാക്കിയുള്ളവരെ നിങ്ങൾ അത് സഹായിക്കേണ്ട കാര്യമില്ല. ക്യാപ്റ്റൻ ചെയ്യേണ്ട കാര്യങ്ങൾ ക്യാപ്റ്റൻ ചെയ്യണം എന്ന് പറയുന്നു. അതിനുശേഷം ഫാറ്റ്മാൻ പറയാണ് 5 മിനിറ്റ്, അപ്പൊ ഇത് കഴിയുന്നു, റൂൾസും കാര്യങ്ങളൊക്കെ കഴിയുന്നു. 5 മിനിറ്റ് തരും, വെള്ളം എടുക്കാനുള്ളവരെ പോയി എടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് പെണ്ണുങ്ങളെ മൊത്തം വെള്ളം എടുക്കാൻ കയറ്റി വിടുന്നു. അടുത്ത സ്റ്റോർ റൂമിൽ സാധനങ്ങൾ വരികയാണ്. സെപ്പറേറ്റ്, വുമൺ പർച്ചേസ് ചെയ്ത് സെപ്പറേറ്റ്, മെന്ന് പർച്ചേസ് ചെയ്ത് സെപ്പറേറ്റ്. അപ്പൊ അടുത്ത് ബോയ്സിന്റെ കൂട്ടത്തിൽ പവിത്രയാണുള്ളത്. അപ്പം അവരിരുന്ന് ബോയ്സ് തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാം എടുത്തു അല്ലേ, സാധനങ്ങളെല്ലാം എടുത്തു, ഉപ്പ് മാത്രം നമ്മൾ എടുത്തില്ല. അപ്പൊ പവിത്ര, ഒരു കാര്യം ചെയ്യാം,
അപ്പൊ നമുക്ക് ഉപ്പില്ലല്ലോ. അപ്പൊ ഗേൾസിന് എന്തായാലും ഈ അതിര് കടന്ന് കിച്ചണിലോട്ട് വരണമെങ്കിൽ സ്റ്റോർ റൂം, ഇപ്പൊ അവർക്ക് നമ്മുടെ കിച്ചണിൽ കുറച്ച് റാക്ക് ഉണ്ടല്ലോ, കുറച്ച് ഷെൽഫ് ഉണ്ട് ഇവരുടെ സാധനങ്ങൾ പറക്കി വെക്കാൻ വേണ്ടി. അപ്പം ഈ ഷെൽഫിൽ സാധനങ്ങൾ പറക്കി വെക്കണമെങ്കിൽ നമുക്ക് ഉപ്പ് തരണമെന്ന് പറയാം. എങ്ങനെ ഉണ്ട് ഐഡിയ എന്ന് ചോദിക്കുകയാണ്. അത് കൊള്ളാം അങ്ങനെ പറയുകയാണ്. അപ്പൊ പവിത്ര കൂടെ നിന്ന് തന്നെ അവർക്കിട്ട് തന്നെ ആപ്പ് വെക്കുകയാണ്. പക്ഷെ അവർക്കിട്ട് ആപ്പ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പവിത്ര ബോയ്സിന്റെ ടീമിലാണ്. അപ്പൊ അവര് കുക്ക് ചെയ്യുന്ന സാധനമേ പവിത്രയ്ക്ക് കഴിക്കാൻ നിർവാഹമുള്ളൂ. അപ്പൊ പവിത്രയ്ക്ക് എന്ത് തരണം? ഉപ്പ് കിട്ടണമെങ്കിൽ പവിത്രയ്ക്ക് ഇത് 2 വെള്ളത്തിൽ ചവിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പൊ അടുത്ത് തർഷിക ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. തർഷിക ക്യാപ്റ്റൻ ആണല്ലോ. ഇതെല്ലാം കേട്ടോണ്ടിട്ട് നേരെ ഇപ്പൊ വുമൻസിന്റെ ടീമിൽ പറയുന്നത് അവർക്ക് ഉപ്പ് കൊടുക്കണം. അപ്പൊ ജാക്കൽ പറ്റത്തില്ല, ഉപ്പൊന്നും ഇവിടെ കൊടുക്കത്തില്ല. ഇതേ സമയം ദീപക് പറയാണ് കിച്ചണിൽ പോകാനുള്ള പെണ്ണുങ്ങൾ ദർശ, സുനിത, സൗന്ദര്യ, ഇവർ 3 പേരുമാണ് കിച്ചണിൽ പോവേണ്ടത്. പിന്നെ കബോർഡിന്റെ ഡിവിഷൻ നമ്മുടെ ഭാഗത്തുള്ള നമ്മൾ എടുത്തോളാം. നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ ആ ഭാഗത്ത് നിന്ന് വരുന്ന നമ്മുടെ ഭാഗത്തോട് ചേർന്നിരിക്കുന്ന 3 കബോർഡ് നമുക്ക്, ബാക്കി 3 കബോർഡ് നിങ്ങൾക്ക് ഒക്കെ എടുത്തോ. അപ്പൊ അടുത്ത് ജെഫ്രി. പിന്നെ ഒരു കാര്യം, നമ്മുടെ കയ്യിൽ ഉപ്പില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഷെൽഫിൽ സാധനങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് തരണം. ജാക്കലിന് പറ്റില്ല, ഉപ്പ് നിങ്ങൾക്ക് തരുന്നില്ല, നമ്മൾ ഷെൽഫിൽ സാധനം വെക്കുന്നില്ല, തീർന്നല്ലോ. അപ്പൊ ആലോചിച്ചും കണ്ടും ചെയ്യണം. ഇതിനകത്ത് വരാനുള്ളതിന് കുക്ക് ചെയ്യാനുള്ളതിന് കുറച്ച് 5 മിനിറ്റ് കഴിയുന്നു. അപ്പൊ ജാക്കലിൻ തരാം. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ നിങ്ങൾക്ക് ഉപ്പ് തരാം, പക്ഷെ ഈ 105 ദിവസവും നമ്മൾ അതിനകത്ത് വെള്ളം എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ വെള്ളം എടുക്കുന്നതിനെ തടയരുത്. നമ്മൾ ചോദിക്കാനും പാടില്ല. എപ്പോൾ നമ്മൾ വെള്ളം എടുക്കാൻ വന്നു കഴിഞ്ഞാൽ സമ്മതിക്കണം. അപ്പൊ ഫാറ്റ്മാൻ ഡേ, എന്റെ പവർ ആ റൂൾ ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് എന്റെ പവർ? വെള്ളം എടുക്കാൻ വരുമ്പോൾ നിങ്ങളെ നിയന്ത്രിക്കാനുള്ള പവർ എനിക്കുണ്ട്. അപ്പൊ ഞാൻ അത് ഈ 105 നാൾക്ക് വന്ന് യൂസ് പന്നത്താ പോറേ. അപ്പൊ നീങ്ക വന്ന് അതിൽ വന്ന് കൈ കടത്ത കൂടാതെ എന്ന് പറയാണ്. അതിനുശേഷം കിച്ചണിലെ പാല് കാച്ചിയൊക്കെ ഇനാഗുറേഷൻ നടത്തുന്നു. രാത്രി ജാക്വലിനും മുത്തുവും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ജാക്വലിൻ പറയണേടാ, നീ ഇപ്പൊ നമ്മുടെ ടീമിൽ വന്നതല്ലേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് നിന്നെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞാലേ നമുക്ക് നിന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ജെഫ്രി വന്നിട്ട് വാട ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ ജാക്വലിന്റെ പറയുന്നുണ്ട്. അപ്പോൾ ഡേയ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നിങ്ങനെ ആര് ചോദിക്കുന്നു? മുത്ത് ചോദിക്കുന്നു. അപ്പൊ ഞാൻ അതിനെന്തോ ചെയ്ത്? ഞാൻ എന്നെ ചോദിച്ചല്ലോ, ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ ആരടുത്ത്. അപ്പൊ ജെഫ്രി പറയണം, ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ ആരടുത്തും. ഞാൻ വന്നിട്ട് ഇങ്ങനെ ഫുഡ് എടുത്ത് വെച്ചു, അല്ലെങ്കിൽ ഫുഡിന് വേണ്ടിയിട്ട് ഒരു ഡയലോഗിൽ പറയാം. അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ട കാര്യം എന്താണ്? ഞാൻ അവിടെ വിളിച്ചുകൊണ്ട് പോയാ, ഞാൻ അടുത്ത് വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പം മുത്തു അതിന് ഞാൻ വല്ലതും പറഞ്ഞാൽ? നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിൽ പറഞ്ഞ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എല്ലാവരും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഞാനിത് പറയാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ ജെഫ്രി പറഞ്ഞു ഞാൻ പോണേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. ഞാൻ പ്ലസ് കാണാറില്ല, എങ്കിൽ പിന്നെ ഈ നേരമല്ല കിടക്കുന്നത്. 12 മണി വരെ അത് കണ്ടുകൊണ്ടത് രാത്രി 1 മണി 2 മണിയാവും റിവ്യൂ വരാൻ. അപ്പോൾ പ്ലസ് കാണുന്നവർ അതിൻ്റെ ഒപ്പീനിയൻസ് പറയുക. അതിനകത്ത് വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? ആർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്തത്? എന്തുകൊണ്ടാണ്? എങ്ങനെ ഉണ്ട് തമിഴ് ബിഗ് ബോസ്? എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് പോകുന്നുണ്ട്. ഈ വീടിന്റെ ഡിവിഷനും കാര്യം ഒരു 50 ദിവസം ഈ കൺസെപ്റ്റ് ഓടത്തുള്ളൂ. അതിനുശേഷം ഇത് എടുത്ത് കളഞ്ഞിട്ട് നോർമൽ ബിഗ് ബോസ് ആക്കി കഴിഞ്ഞാൽ കാണാൻ നല്ല രസമായിരിക്കും. നമുക്ക് നോക്കാം. അപ്പൊ നാളത്തെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പൊ ഫാറ്റ്മാൻ എവിക്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേൾക്കുന്നുണ്ട്. ഫാറ്റ്മാൻ വയ്യ. അപ്പൊ ഞാൻ അറിഞ്ഞിട്ടില്ല, ഫാറ്റ്മാൻ ഔട്ടായി. ഫാറ്റ്മാന് ഇപ്പം ഇന്നലത്തെ ടാസ്ക് കാരണം തന്നെ അയാൾ തളർന്നു വീണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പൊ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.